Hello friends, Technique മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് വൺ ഓഫ് ദ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് ഷവമിൻ്റെ ഏറ്റവും പുതിയ ക്യാമറ കിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഷവമി 17 അൾട്രയാണ്. അപ്പോൾ ഈ ഒരു ഡിവൈസ് ഓൾറെഡി ഗ്ലോബലി ലോഞ്ച് ചെയ്തു. അപ്പോൾ തന്നെ ആദ്യം തന്നെ ചൈനയിൽ ലോഞ്ച് ചെയ്തു. അപ്പോൾ തന്നെ വളരെയധികം എന്താ പറയുക, ഇതിനൊരു ഹൈപ്പ് വന്നതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ക്യാമറയിൽ ഇപ്പോൾ അവൈലബിൾ ആയ ഏറ്റവും മികച്ച ക്യാമറ ഹാർഡ്വെയർ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഈ ഫോൺ യൂസ് ചെയ്യുന്നതിന് ഓൾമോസ്റ്റ് ഒരു 4-5 ദിവസമായിട്ടേ ഉള്ളൂ. എന്നാലും എനിക്ക് വളരെയധികം ഇംപ്രസ്ഡ് ആയ ഒരു ക്യാമറ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വഴിയെ പറയാം, കാരണം ഇൻട്രൊഡക്ഷൻ ഒരുപാട് പറഞ്ഞ് ബോറാക്കുന്നില്ല. അപ്പോൾ ഷവമി 17 അൾട്ര ഈ വർഷത്തെ ക്യാമറ കിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ബാക്കിയുള്ള ഇപ്പോൾ അവൈലബിൾ ആയ ഡിവൈസിനെക്കാളും ഏറ്റവും മികച്ച ക്യാമറ ഹാർഡ്വെയർ ആണ് ഇത് ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഷവമി 17 അൾട്രേൻ്റെ അൺബോക്സിങ്ങും നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷനുമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴത്തെ പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ആദ്യം അൺബോക്സ് ചെയ്യാം, എന്നിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ ഇതാണ് നമുക്ക് ഒരു ബോക്സ് പാക്കേജ്. നിങ്ങൾക്ക് കാണാം ഷവമി 17 അൾട്ര എഴുതിയിരിക്കണം, കോ എഞ്ചിനീയർഡ് വിത്ത് ലൈക്ക, അതാണ് ഇമ്പോർട്ടൻസ്. ഹൈപ്പർ OS, ഷവമി ഹൈപ്പർ OS ഏതാണ്. പിന്നെ ബാക്കിൽ നമുക്ക് ക്യാമറയുടെ ഹാർഡ്വെയറിനെ കുറിച്ച് പറയുന്നുണ്ട്. 200 മെഗാ പിക്സൽ ലൈക്ക ക്യാമറ സിസ്റ്റമാണ്, സ്റ്റെപ്ലെസ് ഓപ്റ്റിക്കൽ സൂം, ഇതിനെ കുറിച്ചൊക്കെ ഞാൻ വിശദമായി പറയാം. 50 മെഗാ പിക്സൽ ലൈക്ക ലോഫിക് മെയിൻ ക്യാമറ, അതേപോലെ 50 മെഗാ പിക്സൽ അൾട്രാ വൈഡ്, 8K റെസൊല്യൂഷൻ വീഡിയോ സപ്പോർട്ട് ഉണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Gen 5 മൊബൈൽ പ്ലാറ്റ്ഫോം, അതായത് LTPO AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 6.9 ഇഞ്ചസ് ആണ്, 6000 mAh ബാറ്ററി, 90 വാട്ട് ചാർജിങ്, IP68 അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനർ, eSIM സപ്പോർട്ട് എല്ലാം തന്നെ ഇൻക്ലൂഡ് ആണ്. നമുക്ക് കിട്ടിയിരിക്കുന്നത് ബ്ലാക്ക് വേരിയന്റ് ആണ്. 16 GB റാമും 512 GB സ്റ്റോറേജുമാണ് വരുന്നത്. അപ്പോൾ ഈ വൈറ്റ് ബോക്സ് ഒന്ന് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കിട്ടുന്നത് ഷവമിൻ്റെ ചെറിയ ബോക്സ് ആണ്. ഈ ബോക്സിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഒരു സിം ഇജക്ടർ പിന്നാണ്. അതുകൂടാതെ തന്നെ നമുക്ക് ഒരു മാനുവൽ വാറന്റി ഇൻഫർമേഷൻ, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഒരു എന്താ പറയുക, നമുക്ക് കേസ് വരുന്നുണ്ട്. ഒരു ഹാർഡ് പ്ലാസ്റ്റിക് കേസാണ്, നല്ലൊരു ക്വാളിറ്റി കേസാണ്, ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. ഇത്തവണ ബ്ലാക്ക് അല്ല വന്നിരിക്കുന്നത്. ഇനി നമുക്ക് വരുന്നത് ഫോണാണ്. ജസ്റ്റ് ഒന്ന് എടുക്കാം, ഷവമി 17 അൾട്ര. അതുകൂടാതെ നമുക്ക് വരുന്നത് ഒരു 100 വാട്ടിന്റെ അഡാപ്റ്ററാണ്. നമുക്ക് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആക്ച്വലി 90 വാട്ടാണ്, എന്നാലും 100 വാട്ടിന്റെ അഡാപ്റ്റർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഒരു ചാർജിങ് കേബിൾ, ഒബ്വിയസ്ലി സ്റ്റാൻഡേർഡ് ചാർജിങ് കേബിളാണ്, ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആയ കേബിളാണ്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഷവമി 17 അൾട്ര. ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. ഇതല്ലേ, ഇതാണ് ഷവമി 17 അൾട്ര. ആക്ച്വലി വളരെയധികം ഇംപ്രസീവ് ആയ ഒരു ക്യാമറ സിസ്റ്റമാണിത്. ഇവിടെ നമുക്കിവിടെ ലൈക്ക അൾട്ര എന്ന് എഴുതിയാണ്, ഷവമി ലൈക്ക ക്യാമറ സിസ്റ്റം. ഈ ക്യാമറയുടെ സൈഡിൽ കൂടെ നമുക്കൊരു റെഡ് ബാൻഡിങ് പോകുന്നത് കാണാം. കണ്ടില്ലേ, ഒരു റെഡ് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി പറയാൻ പറ്റില്ല, ഒരു റെഡ് ആൻഡ് ഓറഞ്ച് കോമ്പിനേഷനിലെ ഒരു ബാൻഡിങ് കാണാം. ക്യാമറേൻ്റെ തിക്നെസ് എന്തെങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ട്രിപ്പിൾ ക്യാമറ സിസ്റ്റമാണ്. കഴിഞ്ഞ വർഷത്തെ ലൈക്കേനെ പോലെയല്ല, ഇത്തവണ ട്രിപ്പിൾ അല്ല, ക്വാഡ് സിസ്റ്റം അല്ല, ട്രിപ്പിൾ ക്യാമറ സിസ്റ്റമാണ്. ഇവിടെ നമുക്ക് പവർ ബട്ടണും അതേപോലെ വോളിയം റോക്കർ കീ കാണാം. വോളിയം റോക്കർ കീ ഒരു റൗണ്ട് ബട്ടനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ആന്റിന ബാൻഡ്സ് കാണാം. മുകൾ ഭാഗത്ത് ഓപ്ഷൻസ് ഒന്നുമില്ല. പിന്നെ ഇവിടെയും ക്ലീൻ ആണ്. ഇവിടെ താഴെ നമുക്ക് സിം ട്രേ കാണാം. അതിനൊപ്പം തന്നെ നമുക്ക് ഇവിടെ സ്പീക്കേഴ്സും നമുക്ക് USB Type-C പോർട്ടും കാണാം. ഇനി ഫ്രണ്ട് ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതല്ലേ, 6.9 ഇഞ്ചസ് മാസീവ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഓവറോൾ ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ഒക്കെ നല്ലതാണ്. ഇവിടെ നമുക്ക് IP68 റേറ്റിംഗ് ഉണ്ട്. ഇതൊരു മെറ്റൽ ചാസിയാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷും ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ നല്ലൊരു ഭംഗിയുള്ള ഡിവൈസാണ്. ഫ്ലാറ്റ് ഡിസ്പ്ലേ ഉണ്ട്. ഇത്തവണ ഫ്ലാറ്റ് ഡിസ്പ്ലേന്, കഴിഞ്ഞ വർഷം നമുക്ക് സ്ലൈഡ്ലി കേർവ് ഡിസ്പ്ലേ, അതായത് ക്വാഡ് കേർവ് ഡിസ്പ്ലേ, QC ഡിസ്പ്ലേ എന്ന് പറയുന്ന ക്വാഡ് കേർവ് ഡിസ്പ്ലേ ആണ്. ഇത്തവണ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ ഇത് ഇൻഫാക്ട് ഇന്ത്യയിൽ 2 കളേഴ്സാണ് അവൈലബിൾ ആണ്, വൈറ്റ് ആൻഡ് ബ്ലാക്ക്. പിന്നെ ഗ്ലോബലി ഒരു ഗ്രീൻ വേരിയൻ്റ് ഇവിടെ, അത് ഇന്ത്യയിലില്ല. ഇവിടെ നമുക്ക് ബ്ലാക്ക് വേരിയൻ്റ് ആണ് കിട്ടുന്നത്. പക്ഷേ ബ്ലാക്ക് വേരിയൻറ്റ് നല്ല ഭംഗിയായിട്ട് കാണാൻ, വൈറ്റും അടിപൊളിയാണ്. എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നു വൈറ്റ് ആണ് കുറച്ചും കൂടെ നല്ലത്. പക്ഷേ കേസ് ഒക്കെ ഇടുമ്പോൾ വൈറ്റ് എന്താ പറയുക, ഡേർട്ടി ആവാൻ ചാൻസ് ഉണ്ട് കേസ് ഇടുമ്പോൾ. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ആ ഒരു ഇഷ്യൂ ഇല്ല. എന്നാലും എൻ്റെ പേഴ്സണൽ ചോയ്സ് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ആയിരിക്കും. പക്ഷേ നല്ല ഒരു ഇൻഹാൻഡ് ഫീലാണ്. ഷാർപ്പ് എഡ്ജസ് ഒന്നും തന്നെ ഇല്ല. എഡ്ജസ് ഒക്കെ ചെറിയ രീതിയിൽ കർവേച്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻഹാൻഡ് എക്സ്പീരിയൻസ് നല്ലതാണ്. 8.2 mm എന്തോടെ തിക്നെസ് വരുന്നത്, അറൌണ്ട് 218 ഗ്രാംസ് ഉണ്ട്. വെയിറ്റ് കുറവാണെന്നൊന്നും ഒരിക്കലും പറയില്ല. എന്നാൽ നല്ല ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ഉണ്ട്, കുഴപ്പമില്ല. കാരണം ഇതിൻ്റെ ഇത്രയും വലിയ ക്യാമറ സിസ്റ്റം സപ്പോർട്ട് ചെയ്യണേ ഒബ്വിയസ്ലി കുറച്ച് വെയിറ്റും തിക്നെസ്സും വരും. അപ്പോൾ വളരെ സ്ലിമ്മോ അല്ലെങ്കിൽ ലൈറ്റ് വെയിറ്റ് ഡിവൈസ് ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും നല്ല ഒരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ്, എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. കാരണം ഈ ക്യാമറേൻ്റെ ഇത് നല്ല രീതിയിൽ കയ്യിൽ റെസ്റ്റ് ചെയ്യുന്നുള്ളതുകൊണ്ട് ആ ഒരു ഇഷ്യൂ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല.
ഓവറോൾ നല്ലതാണ്. പിന്നെ ബെസൽസ് ഒക്കെ ആണെങ്കിലും വളരെ മിനിമൽ ബെസൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ സ്റ്റാൻഡേർഡ് ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിൽ കിട്ടുന്ന പോലെ യൂണിഫോം ബെസൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും. ഇനി ഡിസ്പ്ലേന്റെ കാര്യം പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6.9 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അഗെയിൻ OLED ഡിസ്പ്ലേ ആണ്, നല്ലൊരു ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ ആണ് എന്ന് പറയാം. നമുക്ക് ഇതിനകത്ത് ഡോൾബി വിഷന്റെ സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. ഡിസ്പ്ലേ നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ എന്ന് ഡെഫിനറ്റ്ലി പറയാവുന്നതാണ്. 3500 nits പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഇത് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നല്ല ടച്ച് റെസ്പോൺസ് ആണ്. 1 to 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. കാരണം ഇത് LTPO പാനലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ HDR10+ ഡോൾബി വിഷൻ ഒക്കെ സപ്പോർട്ടഡ് ആണ്. 12-bit ഡിസ്പ്ലേ ആണ്. ഇതിന്റെ റെസൊല്യൂഷൻ വരുന്നത് 2608x1200 ആണ് ഇതിന്റെ റെസൊല്യൂഷൻ വരുന്നത്. ഹൈപ്പർ RGB OLED ഡിസ്പ്ലേ ആണ്, അതാണ് ഷോമി ഇതിനെ വിളിക്കുന്നത്. നല്ല ബ്രൈറ്റ്നസ് ലെവൽസും ഔട്ട്ഡോർ വിസിബിലിറ്റി ഒക്കെ നല്ലതാണ്. ടച്ച് റെസ്പോൺസ് ആണെങ്കിൽ വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഡോൾബി വിഷന്റെ സപ്പോർട്ടും അവൈലബിൾ ആണ്. അപ്പോൾ ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ എന്ന് പറയാം. ഔട്ട്ഡോർ വിസിബിലിറ്റി ഒക്കെ അടിപൊളിയാണ്. മൂവീസ് ഒക്കെ വാച്ച് ചെയ്യാൻ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ഡിസ്പ്ലേ ആണ്. അതിൽ കോംപ്രമൈസ് ഒന്നും തന്നെ ഇല്ല നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കേണ്ടത്. നല്ല ഒരു ടച്ച് റെസ്പോൺസും ആണ് ഇതിനകത്ത് ഓഫർ ചെയ്തിട്ടുള്ളത്. ഇനി സോഫ്റ്റ്വെയറിന്റെ കാര്യം പറയുമ്പോൾ ഒബ്വിയസ്ലി ഹൈപ്പർ OS ആണ്. ഞാനിപ്പോൾ എൻ്റെ സോഫ്റ്റ്വെയർ എല്ലാം തന്നെ ഇൻസ്റ്റാൾ ചെയ്തു. എബൌട്ട് ഫോൺ എടുക്കുകയാണെങ്കിൽ ഹൈപ്പർ OS 3.0.2 ആണ് വേർഷൻ വരുന്നത്. അതുകൂടാതെ നമുക്ക് ആൻഡ്രോയിഡ് വേർഷൻ 16 ആണ്. പിന്നെ ഡീറ്റെയിൽ സ്പെക്സ് പോയി കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 മൊബൈൽ പ്ലാറ്റ്ഫോം ആണ്. ഈ വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പോളിസി അറിയില്ല. എനിക്ക് തോന്നുന്നു 4+5 years അല്ലെങ്കിൽ 4+6 years ആവാനാണ് ചാൻസ്. അതിനെക്കുറിച്ച് ഷോമി നമുക്ക് ഡീറ്റെയിൽസ് തന്നിട്ടില്ല. ഇന്നാണ് ലോഞ്ച് ചെയ്താലേ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയുള്ളൂ. ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പാണ് നമ്മൾ ഈ വീഡിയോ ഉണ്ടാക്കിയത്. അത് കാരണം അതിനെക്കുറിച്ച് ഞാൻ വിശദമായി പിന്നീട് പറയാം, റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ പറയാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന നല്ല ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഞാനിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 4-5 ദിവസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സോഫ്റ്റ്വെയർ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഒക്കെ വളരെ മികച്ചതാണ്. നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. പിന്നെ നമുക്ക് AI ടൂൾസ് ഒക്കെ ഉണ്ട്. പേഴ്സണലൈസേഷൻ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഷോമിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് പേഴ്സണലൈസേഷൻ പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ എല്ലാ ഓപ്ഷൻസും തന്നെ ഡൈനാമിക് വാൾപേപ്പേഴ്സും ഫിംഗർ പ്രിന്റ് എഫക്ട്സും വാൾപേപ്പർ എഫക്ട്സ് ഒക്കെ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് AI ഓപ്ഷൻസും ഇൻക്ലൂഡഡ് ആണ്. ഷോമിൻ്റെ AI ടൂൾസ് കണ്ടില്ല, ഹൈപ്പർ AIയിൽ നമുക്ക് ഓപ്ഷൻസ് ആണ്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ട്രാൻസ്ലേറ്റർ, ഇന്റർപ്രറ്റർ, സബ് ടൈറ്റിൽസ്, ഡൈനാമിക് വാൾപേപ്പേഴ്സ്, AI റൈറ്റിംഗ്, ഇങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓവറോൾ എനിക്ക് തോന്നുന്നത് നല്ലൊരു UI എക്സ്പീരിയൻസ്, വളരെ സ്മൂത്ത് ആണ്, ലാഗ് ഫ്രീ എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത് ഈ ഒരു ഡിവൈസിൽ ടെസ്റ്റ് ചെയ്തതിൽ. ഇനി നമുക്ക് ഇതിന്റെ പെർഫോമൻസിലേക്ക് പോകാം. ഇതിനകത്ത് വരുന്നത് സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 പ്ലാറ്റ്ഫോം ആണ്. ഒബ്വിയസ്ലി സ്നാപ്ഡ്രാഗണിന്റെ ഏറ്റവും പവർഫുൾ ആയ ചിപ്പാണ്. LPDDR5X റാമോ UFS 4.1 സ്റ്റോറേജും ആണ്. അതിലൊന്നും തന്നെ കോംപ്രമൈസ് ഇല്ല. അടിപൊളി ഹാർഡ്വെയർ പെർഫോമൻസ് ആണ് വരുന്നത്. ഗെയിമിംഗ് ആണെങ്കിലും നമ്മൾ റെഗുലർ യൂസേജ് ആണെങ്കിലും വളരെ സ്മൂത്ത്, ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ഒരു പെർഫോമൻസ് എന്ന് പറയാം. അതിൽ ഒരു സംശയമൊന്നുമില്ല. കാരണം സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 നമുക്കറിയാലോ അത്രയും സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് ഓഫർ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഒബ്വിയസ്ലി ആൻറ്റി ടു ബെഞ്ച് മാർക്ക് സ്കോർസ് ഒക്കെ 3 million മുകളിൽ വരും എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്നും ഞാൻ വിശദമായി പറയുന്നില്ല, കാരണം അതൊക്കെ ഡീറ്റെയിൽ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ പറയാം. ഒബ്വിയസ്ലി പെർഫോമൻസ് ഇതിൻ്റെ ഒരു സ്റ്റാൻഡ് ഔട്ട് എക്സ്പീരിയൻസ് ആണ്. തെർമൽസ് ഒക്കെ വളരെ നല്ല മാനേജ് ചെയ്തു. കാരണം ഞാൻ ഈ ഒരു കഴിഞ്ഞ ദിവസം ഈ ഒരു ക്യാമറയും കൊണ്ട് വിയറ്റ്നാം ഒന്ന് പോയായിരുന്നു. അവിടെ ഒരു ഫോട്ടോഗ്രാഫി സെഷൻ അറ്റൻഡ് ചെയ്യാൻ പോയിരുന്നു. അപ്പോൾ ഇത് അവിടെ നല്ല ചൂടാണ്, ആക്ച്വലി വളരെ ചൂടാണ്. നമ്മൾ കേരളത്തെക്കാളും ചൂടായിട്ട് എനിക്ക് തോന്നിയത് പേഴ്സണലി. അപ്പോൾ അത്രയും ചൂടിൽ നമ്മൾ ഈ ക്യാമറ കംപ്ലീറ്റ് യൂസ് ചെയ്തിട്ടും ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല. എന്നാൽ ഇതിന് മുമ്പത്തെ ഷോമി ഡിവൈസസിൽ എക്സ്ട്രീം ഹീറ്റിൽ പോകുമ്പോൾ ഒബ്വിയസ്ലി ഒരു ഹീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്നാലും അതൊരു ഇഷ്യൂ ആയിട്ട് പറയുന്നില്ല. ഇവിടെ നമുക്ക് അത്രയും ഹീറ്റിംഗ് ഇഷ്യൂസ് ഇല്ല എന്നുള്ളതാണ്. തെർമൽസ് വളരെ നല്ല രീതിയിൽ കൺട്രോൾഡ് ആണെന്ന് പറയാം. അപ്പോൾ അതിലും ഇംപ്രൂവ്ഡ് ആണെന്ന് ഒബ്വിയസ്ലി പറയാൻ സാധിക്കും. അപ്പോൾ അതാണ് ക്യാമറയെ കുറിച്ച്, പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒബ്വിയസ്ലി അതിലൊന്നും തന്നെ കോംപ്രമൈസ് ഇല്ല. അപ്പോൾ നല്ല ഒരു എക്സ്പീരിയൻസ്. പിന്നെ എല്ലാ 5G ബാൻഡ്സും സപ്പോർട്ടഡ് ആണ്. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 512GB വേരിയൻ്റ് ആണ്. ഏതൊക്കെ വേരിയൻ്റാണ് വരുന്നത് അറിയില്ല. എനിക്ക് തോന്നുന്നു 16 512 തന്നെ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. വേറെ വേരിയൻ്റ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ലോഞ്ച് ചെയ്യുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറ സിസ്റ്റത്തിലേക്ക് പോകാം. അതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഇതിൻ്റെ ക്യാമറ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് ഒരു ട്രിപ്പിൾ ക്യാമറ സിസ്റ്റമാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈമറി എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് ഹണ്ടർ സെൻസറാണ്. 50 മെഗാപിക്സൽ സെൻസറാണ്. അത് f1.67 അപ്പേച്ചറാണ്. അത് 23 mm ഫോക്കൽ ലെങ്ത് ആണ് വരുന്നത്. ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. ഇതിനകത്താണ് ലോഫിക് എന്ന് പറഞ്ഞ ടെക്നോളജി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തത് ഇതിന് 200 മെഗാപിക്സൽ 75 to 100 mm സാംസങ്ങിൻ്റെ HPE സെൻസറാണ്. ഇതാണ് സ്റ്റെപ്ലെസ് സൂം എന്ന് പറയാവുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് 75 to 100 mm. അപ്പോൾ ഇത് സ്റ്റെപ്ലെസ് സൂമിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിനകത്ത് 75 to 100 mm എന്താ പറയുക, നമുക്ക്
ആക്ച്വൽ സൂമാണ്, അതായത് ഡിജിറ്റൽ സൂം അല്ല, മെക്കാനിക്കൽ സൂമാണ് വരുന്നത്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ്. പിന്നെ ഇതിനകത്ത് ഒരു 50 മെഗാ പിക്സൽ അൾട്രാ വൈഡും 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 200 മെഗാ പിക്സൽ ടെലിഫോട്ടോ, പെരിസ്കോപ്പ് ടെലിഫോട്ടോ ആണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റിംഗ് ആസ്പെക്ട്. മൾട്ടിപ്പിൾ അപ്പർച്ചർ വാല്യൂ സപ്പോർട്ട് ചെയ്യുന്നത് കാരണം അതിനകത്ത് സ്റ്റെപ്ലെസ് സൂം വരുന്നുണ്ട്, മെക്കാനിക്കൽ സൂം വരുന്നുണ്ട്, 75 to 100 mm സൂമാണ് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ വിശദമായി ക്യാമറ കമ്പാരിസൺ അല്ലെങ്കിൽ ക്യാമറ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ പറയാം. കാരണം ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് ആയി പോകും വീഡിയോ, കാരണം ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട്. ലോഫിക് എന്ന് പറയുന്ന ഒരു ടെക്നോളജിയും ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലോഫിക് എന്ന് പറഞ്ഞാൽ ലാറ്ററൽ ഓവർഫ്ലോ ഇന്റഗ്രേഷൻ കപ്പാസിറ്റർ, അതൊരു ഹാർഡ്വെയർ ലെവൽ ഇംപ്ലിമെന്റേഷൻ ആണ്. അപ്പോൾ ഈ പ്രൈമറി ക്യാമറയിലാണ് ഈ ഒരു ഇംപ്ലിമെന്റേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ബെറ്റർ HDR, എക്സ്ട്രീംലി ബെറ്റർ ലോ ലൈറ്റ് കേപ്പബിലിറ്റീസ്, പിന്നെ നമുക്ക് ഒരു ലൈറ്റ് ചാലഞ്ചിങ് കണ്ടീഷൻസ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഹാർഷ് ലൈറ്റ് നമ്മുടെ ക്യാമറയിലോട്ട് വരികയാണെങ്കിൽ ക്യാമറയ്ക്ക് അത് എത്ര ഡിറ്റക്ട് ചെയ്യണമെന്ന് അറിയില്ല. നമ്മൾ എക്സ്പോഷർ ലോ ആക്കിയാൽ ബാക്കി സറൗണ്ടിങ് ലൈറ്റ് എല്ലാം, സറൗണ്ടിങ് ക്യാപ്ചേഴ്സ് എല്ലാം ഡാർക്ക് ആവും. എന്നാൽ എക്സ്പോഷർ കൂട്ടിക്കഴിഞ്ഞാൽ ആ ലൈറ്റ് ഡാർക്ക് ആവും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ എക്സ്ട്രീംലി ചാലഞ്ചിങ് ലൈറ്റ് സിറ്റുവേഷൻ, അതായത് ഒരു ഫയർ വർക്ക്സോ അല്ലെങ്കിൽ ഒരു ഫ്ലെയിമോ, എക്സ്ട്രീം ലോ ലൈറ്റോ, ഹാർഷ് ലൈറ്റോ, നിയോൺ ലൈറ്റ്, ഇങ്ങനത്തെ കണ്ടീഷൻസാണ് ഇത് വളരെയധികം ഇമ്പ്രൂവ്മെന്റ് വരുന്നത്. പിന്നെ ഹാർഷ് സൺലൈറ്റിലും ഇത് ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് മോഡ്സ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഞാൻ ആക്ച്വലി എന്താ ചെയ്യേണ്ടത്, ക്യാമറേൻ്റെ കാര്യം ഞാൻ വിശദമായ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം, അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും നല്ലത് അതായിരിക്കും. ഞാൻ ഇതിൻ്റെ ലോഫിക്കും അതിൻ്റെ ക്യാമറ മോഡ്സും എല്ലാം തന്നെ വിശദമായ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ അൺബോക്സിംഗ് വീഡിയോ ഞാൻ ഇത്രയും പറയുന്നു. ലോഫിക് എന്ന് പറഞ്ഞ ടെക്നോളജി പ്രൈമറി ക്യാമറയിൽ ഇംപ്ലിമെന്റഡ് ആണ്. അതുകൊണ്ട് തന്നെ വളരെയധികം സ്റ്റണ്ണിങ് ഷോട്ട്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഇതെല്ലാം ഷോമി 17 അൾട്രയിൽ നിന്ന് എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആണെന്ന് പറയും. ഞാൻ ഈ വർഷം അല്ലെങ്കിൽ ഇത്രയും കാലം ടെസ്റ്റ് ചെയ്തതിൽ ഏറ്റവും മികച്ച ഒരു ക്യാമറ ഹാർഡ്വെയറും ക്യാമറ പെർഫോമൻസുമാണ് ഇത് കാഴ്ചവെക്കുന്ന, ഒരു സംശയമില്ല. കിഡിലം ക്യാമറ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡീറ്റെയിൽഡ് ക്യാമറ വീഡിയോ ചെയ്യുമ്പോൾ വിശദമായി ക്യാമറ അനാലിസിസ് നടത്തി അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ നിങ്ങൾക്കും ഈ ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ ഒരുവിധപ്പെട്ട എല്ലാ ക്യാമറ സാമ്പിൾസും ഞാൻ വിയറ്റ്നാമിൽ നിന്ന് എടുത്താണ്. അവിടെ നമ്മൾ ഫോട്ടോഗ്രാഫി സെഷൻ അറ്റൻഡ് ചെയ്യാൻ പോയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. The 4K 60 fps footage taken using the selfie camera on the Xiaomi 17 Ultra, so you can judge yourself how good the selfie video is and how good the stabilization is and also the audio quality of the footage. അപ്പോൾ ഇനി ഇതിൻ്റെ ബാറ്ററിനെ കുറിച്ച് പറയാം. 6000 mAh ബാറ്ററി, 90 watt ചാർജിങ് സപ്പോർട്ടാണ് വരുന്നത്. അപ്പോൾ 90 watt ചാർജിങ് സപ്പോർട്ട് ഒബ്വിയസ്ലി നല്ല ഫാസ്റ്റ് ആണ്. 120 അല്ലെങ്കിൽ 100 watt ഇല്ല. 100 watt ചാർജർ ഉണ്ടെങ്കിൽ 90 watt സപ്പോർട്ടാണ് ഉള്ളത്. പിന്നെ ബാക്കി നമുക്ക് അത്യാവശ്യം നല്ല സ്പീഡിൽ ചാർജിങ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ബാറ്ററി പെർഫോമൻസ് ഞാൻ എൻ്റെ ഒരു 5 യൂസേജിൽ അത്യാവശ്യം നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു. ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല. അപ്പോൾ ഇതാണ് ഷോമി 17 അൾട്രേൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷനും അൺബോക്സിംഗും ആണ് നമ്മൾ ചെയ്തത്. ഞാൻ വിശദമായി 2 വീഡിയോ വേറെ ചെയ്യാം. ഒന്ന് ആ ലോഫിക് ടെക്നോളജിയും അതേപോലെ ക്യാമറ സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം. രണ്ടാമത്തെ ഇതിൻ്റെ ഫോട്ടോഗ്രാഫി കിറ്റ് എന്ന് പറഞ്ഞൊരു കിറ്റ് ഉണ്ട്, അതും എന്താണെന്നുള്ളത് ഞാൻ വിശദമായി വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ഓൾ ദോസ് വീഡിയോസ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് നമുക്കറിയില്ല. ഒബ്വിയസ്ലി കഴിഞ്ഞ വർഷത്തെ പ്രൈസിങ്ങിനേക്കാളും ഹയർ ആയിരിക്കും. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു 110 ആയിരുന്നു വന്നത്. ഇത്തവണ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന അറൗണ്ട് 125 to 130 ആ റേഞ്ച് ആയിരിക്കും എനിക്ക് തോന്നുന്നു. കാരണം കോസ്റ്റ് എല്ലാം ഇൻക്രീസ് ചെയ്ത് നമ്മൾ കണ്ടാണല്ലോ, എല്ലാ ഫോണും ഇൻക്രീസ് ചെയ്തു. അപ്പം ഷോമി ഒബ്വിയസ്ലി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് 125 to 130 ആ റേഞ്ച് ആയിരിക്കും എനിക്ക് തോന്നുന്നു. പക്ഷേ ക്യാമറ ഹാർഡ്വെയറും ഈ ഫോണിൻ്റെ ഹാർഡ്വെയർ നോക്കുകയാണെങ്കിൽ അത് ടോട്ടലി വേർത്ത് ആണെന്ന് ഞാൻ പറയുള്ളൂ. അത്രയും ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ അത് വേർത്താണ്. എന്ന് വെച്ചാൽ അത് ഇൻവെസ്റ്റ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. അത്രയും ഇൻവെസ്റ്റ് ചെയ്യാൻ, അതൊരു ഹൈ ക്വാളിറ്റി ക്യാമറ ഫോൺ എന്നൊക്കെ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഇത് നല്ലൊരു ചോയ്സാണ്. കാരണം നമുക്ക് സാംസങ്ങിൻ്റെ S26 സീരീസ് ഒക്കെ ഓൾമോസ്റ്റ് 1 lakhിൻ്റെ എബോവ് പോയി. സാംസങ് S26 പ്ലസ് തന്നെ 1 lakhിൻ്റെ മുകളിലാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ക്യാമറ ഹാർഡ്വെയർ അതിലും എത്രയോ മികച്ചതാണെന്ന് ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും. അപ്പോൾ ഇതായിരുന്നു ഷോമി 17 അൾട്രേൻ്റെ അൺബോക്സിംഗ് ഫസ്റ്റ് ഇംപ്രഷൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും. ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ 17 അൾട്രേനെ കുറിച്ചുള്ള ബാക്കിയുള്ള വീഡിയോസ് നമ്മൾ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.